يوم الدين إياك نعبد وإياك نستعين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير محي الدين عبد القادر الجيلاني أحمد الكبير الرفاعي أحمد البدوي. അസ്സലാമു അലൈക്കും. ഏറുവാടിയിൽ നിന്ന് വാലിനോക്കം റൂട്ടിൽ ഏകദേശം 6 കിലോമീറ്റർ തെക്കോട്ട് പോയാലാണ് അടഞ്ചേരി ദർഗയിലെത്തുന്നത്. ഒരുപക്ഷെ ഏറുവാടിയിൽ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു മക്ബറയാണിത്. ഇവിടെ കാർമികളായി ആരുമില്ല. ഇവിടെ കിടക്കുന്നത് ഷഹീദാണോ എന്നറിയില്ല. കാരണം മുഹമ്മദ് ബദറുദ്ദീൻ റളിയല്ലാഹു എന്ന് മാത്രമേ എഴുതി കാണുന്നുള്ളൂ. മാത്രമല്ല ചിലരെല്ലാം ഷെയ്ഖ് മുഹമ്മദ് വലിയുള്ള എന്ന് ആണ് പറയുന്നത്. അവരുടെ മുഴുവൻ പേര് മുഹമ്മദ് ബദറുദ്ദീൻ എന്നാണ്. അത് പലരും പറയുന്നില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള കുറ്റിക്കാടുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മളൊരു അത്ഭുതകരമായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ ഷീറ്റിന് പുറത്ത് ഒരു പച്ച വിരിച്ചതായി കാണുന്നുണ്ട്. അവിടെ ഒരു കവറുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഇതിൻ്റെ കെട്ടും മട്ടും കണ്ടിട്ട് മറ്റു ദർഗകളുടെ കീഴിലുള്ള ഒരു ദർഗയാണെന്ന് മനസ്സിലാക്കാം. ഏറുവാടിയിൽ പൊതുവെ എല്ലാ മക്ബറകളും കടലിനോട് അടുത്ത് തന്നെയാണ്. ഈ സ്ഥലങ്ങളെല്ലാം ആരുടെ കയ്യിലാണെന്ന് അറിയില്ല. കാരണം മുമ്പ് നമ്മൾ പോകുമ്പോൾ ഉണ്ടായിരുന്ന വഴിയിൽ തടസ്സം വെച്ചുകൊണ്ട് വേറൊരു പാർട്ടി, ഒരു ഹിന്ദു കുടുംബം താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പം വളഞ്ഞു വേണം പോകാൻ. പക്ഷേ പണ്ടത്തേതിനെ അപേക്ഷിച്ച് പല ഭാഗത്തും റോഡുകൾ വന്നുകൊണ്ട് സൗകര്യമാണ് യാത്ര ചെയ്യാൻ. ചൂട് സമയത്താണെങ്കിലും അത്ര ചൂട് അനുഭവപ്പെടില്ല. കാരണം ഈ പച്ചപ്പ് ഉള്ളതുകൊണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാളവിടെ ബോധക്ഷയം രൂപത്തിൽ കിടക്കുന്നത് കണ്ടു. ദീർഘമായ ഉറക്കം പോലെയാണ് അത്. പൈശാചികമോ സിഹ്റുപരമോ ആയ ഷെറുകളിൽ നിന്നുള്ള മോചനത്തിനാണ് ഏറുവാടിയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. യൂട്യൂബിലും മറ്റും വാർത്ത ചെയ്യുന്നവർ കഴിയുന്നത്ര ചരിത്ര പുസ്തകങ്ങൾ ശേഖരിച്ച് അതുമായി ചെയ്യേണ്ടതാണ്. പൊടിപ്പും തൊങ്ങലും വെച്ച് ചെയ്യരുത്. കേട്ടുകേൾവി മാത്രം അടിസ്ഥാനമാക്കരുത്. പ്രധാന റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലായതുകൊണ്ട് വാഹനങ്ങൾക്ക് വരാനുള്ളൊരു സൗകര്യക്കുറവുണ്ട്. പൂഴിമണലായതുകൊണ്ട് വണ്ടി വളക്കാനും മറ്റും. കൂടുതൽ ആളുകൾ അറിയപ്പെടാത്തൊരു ഖബറായതുകൊണ്ട് ഇവിടെ കടകളൊന്നും ഇല്ല. ആളുകളും വരുന്നത് കുറവാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും.